കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് സ്വർണം കടത്തിയ വാഹനം കൊള്ളയടിച്ച 3 പേർ പിടിയിൽ. കർണാടകയിലെ ബെലഗാവിയിൽ ഈ മാസം 15-നാണ് കവർച്ച. പ്രതികളിൽ നിന്ന് 16 ലക്ഷം രൂപ കണ്ടെടുത്തു. കേസ് അന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിക്കും. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അരുൺ, ആകെ മൊത്തം ദുരൂഹത ഉയർന്നൊരു കേസ് കൂടിയാണല്ലോ. ഈ കടത്തുകാരൊക്കെയാണെന്ന വിശദാംശങ്ങളുണ്ടോ? കേരളത്തിലേക്ക് ഇത് ഏതിന്റെ മേഖല, കേരളത്തിലേക്കുള്ള അന്വേഷണം അത് എന്ത് കേന്ദ്രീകരിച്ചായിരിക്കും? സുഹേൽ, അടിമുടി ദുരൂഹതയുള്ള ഒരു കേസാണ്. പക്ഷെ അതിൽ ചില കാര്യങ്ങളിൽ എന്തായാലും ഇപ്പോൾ വ്യക്തത വരുന്നുണ്ട് എന്നതാണ് കർണാടക പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഇത് സ്വർണ്ണക്കടത്ത് ഇതിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ മാസം 15-നാണ് ദേശീയപാതയിൽ ബെലഗാവിയിൽ വെച്ച് ഈ കവർച്ച നടക്കുന്നത്. കേരളത്തിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്നും പണവുമായി കേരളത്തിലേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറ് തടഞ്ഞു വെക്കുകയും പിന്നീട് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കാറും പണവുമായി ഇവർ കടന്നു കളഞ്ഞു എന്നതാണ്. 2 പേർ അടങ്ങുന്ന സംഘമാണ്, കവർച്ചാ സംഘമാണ് ഉണ്ടായിരുന്നത്. ഇവർ കടന്നു കളഞ്ഞു എന്നതാണ് ഈ കാറിൽ ഉണ്ടായിരുന്ന 3 പേരുടെ പരാതി. അങ്ങനെ പോലീസിനെ ഇവർ സമീപിക്കുന്നു. പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ ചില സംശയങ്ങൾ ഇതിലുണ്ടായിരുന്നു. പിന്നീട് ഈ 3 പേരെ, അതായത് കാറിൽ സഞ്ചരിച്ച 3 പേരെ വിശദമായി ചോദ്യം ചെയ്തു. ഇതിനിടെയാണ് അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് കേരളത്തിൽ നിന്ന് സ്വർണം കടത്തി മഹാരാഷ്ട്രയിൽ എത്തിച്ച് അതിൽ നിന്ന് ലഭിച്ച പണം തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുക, അതിൽ ഇടനിലക്കാരായാണ് ഈ 3 പേർ പ്രവർത്തിച്ചതെന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ. പിന്നീട് പോലീസ് നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയിൽ ഈ കവർച്ച നടന്ന സമീപ പ്രദേശത്ത് തന്നെ ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഈ കാറിനകത്ത് പ്രത്യേക ഒരു അറയുണ്ടാക്കിയാണ് ഇതിൽ 1 കോടി രൂപ അവിടെ സൂക്ഷിച്ചിരുന്നത്. അതിൽ നിന്ന് 1,17 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. അതിൽ 16 ലക്ഷം രൂപ ഈ കവർച്ചാ സംഘം കൊണ്ടുപോയി എന്നതാണ് പോലീസ് പറയുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഈ ഫോൺ രേഖ ഉൾപ്പെടെ പരിശോധിച്ച് നടത്തിയ തെരച്ചിലിൽ ഈ കവർച്ചാ സംഘത്തെ കണ്ടെത്തി. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ 2 പേരെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അവരുടെ അറസ്റ്റ് എന്തായാലും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാർ മോഷ്ടിക്കുന്നു, കാറിനുള്ളിൽ പണം കാണുന്നു, പിന്നീട് അങ്ങോട്ട് കാർ മോഷണത്തിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് പണക്കടത്തിലേക്കും സ്വർണ്ണക്കടത്തിലേക്കും, അതിന്റെ വേരങ്ങ് കേരളത്തിലേക്കും. അങ്ങനെ ആകെ മൊത്തം ദുരൂഹമാണ് ഈ കേസ്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.